കോഓപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓഡിറ്റിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷാ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അവസാനത്തെ മൊഡ്യൂളായ ഓഡിറ്റിങ്ങിൻ്റെ അവസാന ക്ലാസ്സുകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിന് ശേഷം 1-2 ക്ലാസ്സോട് കൂടിയിട്ട് 10 മാർക്കിൻ്റെ ഓഡിറ്റിംഗ് എന്ന മൊഡ്യൂൾ അവസാനിക്കാൻ പോവുകയാണ്. ഓരോ മൊഡ്യൂളുകളുടെയും ക്ലാസ്സുകളുടെ ശേഷം MCQ ക്ലാസ്സുകൾ, MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അതിനുശേഷം അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കുകൾ കാണുക. ക്ലാസ്സിൻ്റെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ഈ ക്ലാസ്സിൽ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്നീ ടേമുകളാണ് ഉൾപ്പെടുത്തിയത്. പലപ്പോഴും മാറിപ്പോവാറുണ്ട്, വെരിഫിക്കേഷൻ ആണോ വൗച്ചിങ് ആണോ ഓരോ കാര്യങ്ങൾ തമ്മിൽ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം നോക്കേണ്ടത് വൗച്ചിങ് എന്താണ്. വൗച്ചിങ് നോക്കുന്നതിന് മുമ്പേ വാട്ട് ഈസ് വൗച്ചർ എന്നറിയേണ്ടതുണ്ട്. ഒരു ട്രാൻസാക്ഷൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് വൗച്ചർ എന്ന് പറയുക. അത് പേയ്മെൻ്റ് ആവാം, റെസിപ്റ്റ് ആവാം. നോർമലി നമുക്ക് റെസിപ്റ്റ് വൗച്ചറുകൾ നമുക്ക് അറിയാം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. റെസീറ്റുകളൊക്കെ റെസിപ്റ്റ് വൗച്ചറാണ്. എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സ്ഥാപനങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടാൻ വേണ്ടി വൗച്ചർ എഴുതാന്ന് പറയാറുണ്ട്. വൗച്ചർ എഴുതിയിട്ട് സൈൻ ചെയ്ത് അത് അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സിൽ കൊടുത്താൽ ക്യാഷ്യർ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് തരാറുണ്ട്. അപ്പോൾ അത്തരം ഡോക്യുമെൻറ്റുകളെയാണ് വൗച്ചർ എന്ന് പറയാം. അത്തരം വൗച്ചറുകൾ ഒരു ട്രാൻസാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. വൗച്ചിങ്ങിന് സമയത്ത് അത്തരം ഡോക്യുമെൻറ്റുകളാണ് വൗച്ച് ചെയ്യപ്പെടുന്നത്, പരിശോധിക്കപ്പെടുന്നത്. ആ പരിശോധനക്കാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. എന്താണ് പരിശോധിക്കുന്നത്? ആ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ, അതിൻ്റെ ഡേറ്റ്, അതിലെ എമൗണ്ട് അതേ സംഖ്യ തന്നെയാണോ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതിയിട്ടുള്ളത് എന്നിത്യാദി കാര്യങ്ങൾ, അതിൻ്റെ ജെന്യൂനിറ്റി, അത് ആ ഒരു പർച്ചേസ് ആണെങ്കിൽ ആ മെറ്റീരിയൽ അവിടെ വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് ആവശ്യമുള്ളതാണോ എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് വൗച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടുക. നോക്കാം. വൗച്ചിങ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ടു വെരിഫൈ ദി authenticity, accuracy and validity of transaction recorded in the books of accounts. ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അതിൽ റെക്കോർഡ് ചെയ്ത ഫിഗറുകൾ, അതിൻ്റെ ഒതൻറ്റിസിറ്റി, ആക്യുറസി, വാലിഡിറ്റി പരിശോധിക്കുന്ന ആ എക്സാമിനേഷനാണ്, ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ചിട്ട് പരിശോധിക്കുന്ന ആ പ്രോസസ്സിനെയാണ് വൗച്ചിങ് എന്ന് പറയാം. ഇറ്റ് കൺസിഡേർഡ് ദി ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ്. ചോദിക്കാറുണ്ട് ഓഡിറ്റിങ്ങിൻ്റെ ബാക്ക് ബോൺ എന്താണ്? വൗച്ചിങ്. ഇറ്റ്സ് കൺസിഡേർഡ് ദി ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ് because it provides direct evidence regarding the genuineness of entries. അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്? തീർച്ചയായിട്ടും വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് വെരിഫൈ ദി ട്രാൻസാക്ഷൻ ആർ പ്രോപ്പർലി ഓതറൈസ്ഡ് ആൻഡ് ജെന്യൂൻ. ഓരോ ട്രാൻസാക്ഷനും റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ വൗച്ചറുകൾ കാണാൻ പറ്റും, അത് അപ്രൂവ്ഡ് ആണോ, ജെന്യൂൻ ആണോ, ഓതറൈസ്ഡ് ഓഫീസർ ഓതറൈസ് ചെയ്തിട്ടുണ്ടോ അല്ലേ, ആ ട്രാൻസാക്ഷൻ ജെന്യൂൻ ആണോ എന്ന് അതിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. രണ്ടാമത്തത്, ടു ചെക്ക് ദി ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് ഇൻ ദ കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. അതിൽ ഡേറ്റ് സൂചിപ്പിച്ചിട്ടുണ്ടാകും. അതിപ്പോൾ അത് വെച്ചിട്ട് ഈ പറഞ്ഞ അക്കൗണ്ടിങ് പീരീഡിൽ വരേണ്ട എൻട്രി ആണോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ടു എൻഷ്യൂർ കംപ്ലീറ്റ്നെസ് ആൻഡ് ആക്യുറസി ഓഫ് റെക്കോർഡ്സ്. റെക്കോർഡുകളുടെ പൂർണ്ണത അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥം, അതിൻ്റെ ആക്യുറസി ഉറപ്പുവരുത്താനും. ടു ഡിറ്റക്ട് എറർ, ഫ്രോഡ്, ഇറഗുലാരിറ്റീസ്, റെഗുലേഷനെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എല്ലാം കണ്ടെത്താൻ എന്നതാണ് വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? എൻഷ്യൂർ ദി റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിലയബിലിറ്റി പരിശോധിക്കുക. പ്രിവെൻറ്റ് ആൻഡ് ഡിറ്റക്ട്സ് ഫ്രോഡ്. കൺഫേം കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് പോളിസീസ്. ലോക്കും പോളിസീസിനും അനുസരിച്ച് തന്നെയല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, എക്സ്പെൻസീവ് റെസിപ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൺഫേം ചെയ്യാനും. ഹെൽപ്സ് ദി ഓഡിറ്റർ ഫ്രം ആൻ ഒപ്പീനിയൻ അബൌട്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. കാരണം ഓഡിറ്റർ ഒപ്പീനിയൻ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നതാണെങ്കിൽ അതിനെ സഹായിക്കാൻ ആ ട്രൂ തന്നെയല്ലേ, ഫെയർ തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്താനും വൗച്ചിങ്ങിന് അതിയായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ദർ ആർ 3 types ഓഫ് വൗച്ചിങ്. ഓഡിറ്റേഴ്സ് 3 types ഓഫ് വൗച്ചിങ്സ് നോർമലി ചെയ്യാറുണ്ട്. അതിൽ ഒന്ന് റുട്ടീൻ വൗച്ചിങ് ആണ്. റുട്ടീൻ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, അതായത് സെയിൽസ്, പർച്ചേസ്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് എന്നിവയുടെ വെരിഫിക്കേഷൻ റുട്ടീനായിട്ട് ഡേ ടു ഡേ ആയിട്ട് ഓരോ ദിവസം റെഗുലറായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആ വൗച്ചിങ്ങിനെ എന്ത് പറയും? റുട്ടീൻ
റുട്ടീൻ വൗച്ചർ എന്നും പറയും. വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻ, ഇവിടെ എന്താണ് വൗച്ച് ചെയ്യപ്പെടുന്നത്? സെയിൽസ്, പർച്ചേസ്, വേജസ്, ക്യാരേജ് ഇൻവേർഡ് അതുപോലുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ, വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻ എന്നിവ പരിശോധിക്കുന്നതിനെയാണ്, അതായത് സെയിൽസ്, പർച്ചേസ്, വേജസ്, ക്യാരേജ് ഇൻവേർഡ് പോലുള്ള ട്രേഡിംഗ് ട്രാൻസാക്ഷൻ പരിശോധിക്കുന്നതിന് വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻ എന്നും. മൂന്നാമത്തത് വൗച്ചിങ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. വൗച്ചിങ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ പരിശോധിക്കപ്പെടുന്നുള്ളൂ. അതായത് ക്യാഷ് ബുക്ക് എൻട്രീസ് വിത്ത് സപ്പോർട്ടിങ് വൗച്ചേഴ്സ്, റെസിപ്റ്റ്സ് ഉണ്ടാകും, പേയ്മെൻറ്റ് വൗച്ചർ ഉണ്ടാകും. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് വൗച്ചർ മാത്രം, ക്യാഷ് റിലേറ്റഡ് ആയ മാത്രം പരിശോധിക്കുന്നതിനാണ് വൗച്ചിങ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനി പറയേണ്ടത് വൗച്ചിങ് പ്രൊസീജിയർ എങ്ങനെയാണ് ആ പ്രൊസീജിയർ, സ്റ്റെപ്സ് എങ്ങനെയാണ്. ആദ്യം ഒബ്റ്റെയിൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതാണ് വോട്ടിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയുണ്ട് പരിശോധിക്കുകയാണ്. അത് സാറ്റിസ്ഫാക്ടറി ആണോ അല്ലേ, അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ട് നൽകുന്നുണ്ട്, എത്രത്തോളം റെലവൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് വളരെ പക്കയാണ്, ഓക്കെയാണ്, പെർഫെക്റ്റ് ആണെങ്കിൽ ഓർഡർ വർക്ക് കുറയുന്ന മുമ്പ് സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ വൗച്ചിങ്ങിൻ്റെ കേസിലും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്, എന്നിട്ട് വേണം, അതായത് ഇവിടുത്തെ ഇപ്പോൾ റെസിപ്റ്റ് വൗച്ചർ എങ്ങനെയാണ്, അതിൽ ഓതറൈസേഷൻ ആരാ ചെയ്യേണ്ടത്, അത് ആരാണ് അപ്രൂവൽ കൊടുക്കേണ്ടത്, അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ്, അത് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അത് ആ പ്രൊസീജിയർ. അതേപോലെ എക്സ്പെൻസ് വൗച്ചറുകൾ, പർച്ചേസ് എങ്ങനെയാണ്, സെയിൽസ് എങ്ങനെയാണ്, അത് ആരാ ഓതറൈസ് ചെയ്യുന്നത്, ആരാ ചെക്ക് ചെയ്യുന്നത്, അവിടുത്തെ ആ ഫ്രെയിം വർക്കിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുക. അതാണ് ചെക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, ഓരോ ലെവൽ വൈസ് ഇത് ചെക്ക് ചെയ്യാം. ചെക്ക് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സിലേക്ക് ഇൻവോയ്സ്, റെസിപ്റ്റ്, ബിൽസ്, അഗ്രിമെൻറ്റ്. അടുത്ത സ്റ്റെപ്പാണ് എന്ത്? സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റുകളായ ഇൻവോയ്സുകൾ, റെസിപ്റ്റ്സുകൾ, ബിൽസ് ആൻഡ് അഗ്രിമെൻറ്റ്സ് ഇവ പരിശോധിക്കുക. ഇപ്പോൾ ഒരു പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ, വമ്പൻ പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ബോർഡ് മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടി വരും. അതിൻ്റെ മിനിറ്റ്സ് നോക്കണം, അതിൽ പറഞ്ഞ കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ നോക്കണം, പർച്ചേസ് ബില്ലുകൾ ഉണ്ടാവും, അത് ആരെ ഓതറൈസ് ചെയ്ത് നോക്കണം, അത് ആരെ ചെക്ക് ചെയ്ത് നോക്കണം, അതിനെത്ര എമൗണ്ട്, അത് അന്നത്തെ ആ പർച്ചേസ് ചെയ്ത അസറ്റ് അവിടെ ഉണ്ടോ, അത് പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതിനകത്ത് പറഞ്ഞ കപ്പാസിറ്റി ഉണ്ടോ എന്നതൊക്കെ ഇവിടെ ചെക്ക് ചെയ്യപ്പെടും. ചെക്ക് ദി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിലേക്ക് ഇൻവോയ്സ്, റെസിപ്റ്റ്സ് ലൈക്ക് ബിൽസ് ആൻഡ് അഗ്രിമെന്റ്സ്. വെരിഫൈ ഓതറൈസേഷൻ ഫോർ ട്രാൻസാക്ഷൻ ഓതറൈസേഷൻ നൽകിയത് പരിശോധിക്കുക. ചെക്ക് അക്യുറസി ഓഫ് എമൗണ്ട് ആൻഡ് ഡേറ്റ്സ്, അതിൽ പറഞ്ഞ എമൗണ്ടും ഡേറ്റുകളൊക്കെ ഓക്കെ അല്ലേ, പറഞ്ഞ അക്കൗണ്ടിങ് പീരീഡിലുള്ള തന്നെ അല്ലേ. കമ്പയർ വൗച്ചേഴ്സ് വിത്ത് എൻട്രീസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. വൗച്ചറുകൾ, വൗച്ചർ എൻട്രീസ്, വൗച്ചർ വെച്ചിട്ട് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ, സെയിം എമൗണ്ട് തന്നെ അല്ലേ എന്നത് ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടോ. എൻഷുർ വൗച്ചേഴ്സ് ആൻഡ് ആർ ജെന്യൂൻ ആൻഡ് റിലേറ്റഡ് ടു ബിസിനസ്. ഈ പറഞ്ഞ വൗച്ചറുകൾ ഉണ്ടാവും, പക്ഷേ ആ പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല, പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ കണ്ടോളണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള മെറ്റീരിയൽ തന്നെയല്ലേ വാങ്ങിയിട്ടുള്ളത്, അത് ഓതറൈസ് ചെയ്ത് ഓക്കെ അല്ലേ എന്നതൊക്കെയാണ് ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാണ് വൗച്ചിങ് എന്നത്. പോയിന്റ്സ് ടു റിമെമ്പർ വൗച്ചിങ്. ഒന്ന്, എക്സാമിൻ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, നോട്ട് ഫോട്ടോകോപ്പീസ്. ഫോട്ടോകോപ്പി അല്ല വെച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, വൗച്ച് ചെയ്യേണ്ടത്. ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസ് കൂടെ ആണ് എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, പിന്നെ അതുപോലെ അഗ്രിമെൻറ്റുകൾ. ലുക്ക് ഫോർ ആൾട്രേഷൻ, എറേഷർ ഓർ ഓവർ റൈറ്റിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകളുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ, അതിൻ്റെ മുകളിൽ എഴുതി തെറ്റിച്ച് അല്ലെങ്കിൽ എന്താണ് വെട്ടിത്തിരുത്തി എഴുതിയിട്ടുണ്ടോ, അത് പരിശോധിക്കുക. എൻഷ്യൂർ വൗച്ചേഴ്സ് ആർ സീക്വൻഷ്യലി നമ്പേർഡ് ആൻഡ് ഫയൽഡ്. എന്താണ് 1 by 1 ആയിട്ട് ഡേറ്റ് ഓർഡറിൽ അത് ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ലേ, അത് സൂക്ഷിക്കുന്നില്ലേ എന്ന് പരിശോധിക്കുക. ചെക്ക് ഫോർ ഡ്യൂപ്ലിക്കേറ്റ്സ് ഓർ മിസ്സിംഗ് വൗച്ചർ. എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ആ പറഞ്ഞ വൗച്ചർ അത് ഇല്ലാത്തൊരു സാഹചര്യം വരുന്നുണ്ടോ, എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ, ഏതെങ്കിലും ഒരു കോപ്പി. ഇപ്പോൾ റെസിപ്റ്റ്സ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ ഇട്ടിട്ടുണ്ടാവുമല്ലോ, 1 2 3 4 അങ്ങനെ. അപ്പോൾ ഇതിൽ ഒരു ലീഫ് മിസ്സിങ് ഉണ്ടോ എന്നത് പരിശോധിക്കുക. ഇനി നമുക്കിതിൻ്റെ കൂടെ പറയേണ്ട അടുത്ത ടൈമാണ് വെരിഫിക്കേഷൻ. വൗച്ചിങ് വ്യത്യാസമുണ്ട്, കാരണം വെരിഫിക്കേഷൻ ആണ് കുറച്ചും കൂടി ബ്രോഡ് ടേം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. കാരണം വെരിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺഫേമിങ് ദി എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ്,
valuation and presentation of asset and liabilities are shown in the balance sheet. അതായത് വൗച്ചിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ബ്രോഡർ ഏതാണ്? വെരിഫിക്കേഷനാണ്. കാരണം മറ്റൊന്നുമല്ല, വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ലീഗൽ ഓൺഷിപ്പ് ചെക്ക് ചെയ്യാണ്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞ അസറ്റ് അവിടെ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നതിനാണ് വെരിഫിക്കേഷൻ എന്ന് പറയുക. അതായത് ഒരു ഡോക്യുമെൻ്ററി ആ അസറ്റിൻ്റെ ബില്ല് നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് വിടുകയല്ല. ആ അസറ്റിൻ്റെ ബില്ലും കൂടെ ആ അസറ്റിന് പരിശോധിക്കേണ്ടതുണ്ട്. ആ അസറ്റ് അവിടെ ആക്ച്വലി അവിടെ ഫിസിക്കലി അവിടെ ഉണ്ടോ ഇല്ലേ എന്നത് പരിശോധിക്കുന്നതാണ് വെരിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ വീണ്ടും പറയാം, വെരിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് കൺഫേമിങ് ദി എക്സിസ്റ്റൻസ് പരിശോധിക്കപ്പെടുന്നുണ്ട്. ഓണർഷിപ്പ്, യഥാർത്ഥ ഓണർ ഈ പറഞ്ഞ ടീമിൽ തന്നെ അല്ലേ. വാല്യുവേഷൻ, അത് വാല്യൂ ചെയ്യുന്നുണ്ടാവും അക്കൗണ്ട്സിൽ. ഡിപ്രീസിയേഷൻ പോളിസീസ് വാല്യുവേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പെർഫെക്റ്റ് അല്ലേ, അല്ലെങ്കിൽ അതൊക്കെ റെഗുലേഷൻ അനുസരിച്ച് തന്നെ അല്ലേ. പ്രസന്റേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഷോൺ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥ വാല്യൂ തന്നെ അല്ലേ അതിൻ്റെ ഈ പറഞ്ഞ അസറ്റുകൾ അല്ലെങ്കിൽ ലയബിലിറ്റീസ് ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുള്ളത്. ഇറ്റ് ഇസ് ദ ബ്രോഡർ ദാൻ വൗച്ചിങ്. വീണ്ടും പറയുന്നു, വെരിഫിക്കേഷൻ ഈസ് ബ്രോഡർ ദാൻ വൗച്ചിങ്. എന്തുകൊണ്ടാണ്? വെരിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ലീഗൽ ഓണർഷിപ്പ് ചെക്സ്. ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ലീഗൽ ഓണർഷിപ്പ് ചെക്സ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് വെരിഫിക്കേഷൻ ടു കൺഫേം ദി എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. മെയിൻ ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്. ബാലൻസ് ഷീറ്റിൽ പറഞ്ഞ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ, യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കപ്പെടുക. ടു എൻഷുർ കറക്റ്റ് വാല്യുവേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം തന്നെയല്ലേ ഈ പറഞ്ഞ അസറ്റുകളുടെ വാല്യുവേഷൻ നടത്തിയിട്ടുള്ളത്, ഡിപ്രീസിയേഷൻ കണ്ടിട്ടുള്ളത്. ടു എൻഷുർ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പ്രോപ്പറായിട്ട് അത് ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ലേ, അത് സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിച്ചിട്ടില്ലേ, അത് കാണിക്കേണ്ട ഒരു രീതിയിൽ തന്നെയല്ലേ സ്റ്റേറ്റ്മെൻറ്റുകളിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. ടു ഡിറ്റക്ട് ഫ്രോഡ് ഓർ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്. ആ വിഷയങ്ങൾ എന്തെങ്കിലും ഫ്രോഡുകളോ എന്തെങ്കിലും തിരിമറികളോ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നും കൂടി ഉറപ്പുവരുത്തലും വെരിഫിക്കേഷൻ്റെ ഭാഗമാണ്. നമുക്ക് വെരിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ നോക്കാം. പ്രൊട്ടക്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. കാരണം കമ്പനി ഓണേഴ്സ് വേറെയാണ്, പിന്നെ കമ്പനി മാനേജ് ചെയ്യുന്നത് വേറെ ടീമാണ്. അതുകൊണ്ട് ഓണേഴ്സ് അല്ല അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് വെരിഫിക്കേഷൻ. കാരണം അവിടെ എററില്ല, ഫ്രോഡില്ല എന്ന് ഷെയർ ഹോൾഡേഴ്സിന് ഉറപ്പുവരുത്താൻ പറ്റും. എൻഷുർ കംപ്ലയൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. സ്റ്റാറ്റ്യൂട്ടറിയിൽ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് എല്ലാം പാലിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഒത്തുപോകുന്നില്ലേ. ഇംപ്രൂവ് ദി റിലയബിലിറ്റി ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ സ്റ്റേറ്റ് ചെയ്ത അസറ്റ് ലയബിലിറ്റികൾ അക്യുറേറ്റ് അല്ലേ, ട്രൂ അല്ലേ, ഫെയർ അല്ലേ എന്ന് പരിശോധിക്കാനും. ഹെൽപ്സ് ഡിറ്റക്ട് ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓർ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. അസറ്റ് ലയബിലിറ്റിയുടെ യഥാർത്ഥ മൂല്യം തന്നെയല്ലേ ബാലൻസ് ഷീറ്റ് കാണിച്ചിട്ടുള്ളത്, യഥാർത്ഥമുള്ളതിനേക്കാൾ കൂടുതലോ കുറവോ കാണിച്ചിട്ടുണ്ടോ, ഒരു വിൻഡോ ഡ്രസ്സിങ് പോലുള്ള എന്തെങ്കിലും സംഗതികളുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുക. നെക്സ്റ്റ്, വെരിഫിക്കേഷൻ പ്രൊസീജിയറാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വെരിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആ പ്രൊസീജിയർ എങ്ങനെ നടക്കുന്നത്? വെരിഫിക്കേഷൻ ഫിസിക്കലി ഇൻസ്പെക്ട് ചെയ്യുന്നു ആദ്യം പറഞ്ഞല്ലോ. ടാൻജിബിൾ അസറ്റുകൾ, സ്റ്റോക്ക് വെരിഫിക്കേഷൻ, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ഈ പറഞ്ഞ അസറ്റുകളൊക്കെ അവിടെ യഥാർത്ഥത്തിൽ ഫിസിക്കലി ഇല്ലേ എന്ന് പരിശോധിക്കലാണ് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. എക്സാമിനിങ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ്, അത് ഫിസിക്കലി ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ, രജിസ്ട്രേഷൻ പേപ്പറുകൾ, ടൈറ്റിൽ ഡീഡുകൾ, അതും കൂടി അതിൻ്റെ കൂടെ പരിശോധിക്കപ്പെടുന്നുണ്ട്. കൺഫർമേഷൻ ചെയ്യുന്നുണ്ട് ഫ്രം തേർഡ് പാർട്ടീസ് ഓർ ബാലൻസ് ലൈക്ക് ഇപ്പോൾ ഡെപ്റ്റേഴ്സ് ബാലൻസ്, ക്രെഡിറ്റേഴ്സ് ബാലൻസ്, ബാങ്ക് ബാലൻസ്, ഇവയെ കൂടെ ഇതൊക്കെ തേർഡ് പാർട്ടി കയ്യിലുള്ള സംഗതികളായിരിക്കുമല്ലോ. അവരെയും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് വെരിഫൈ ചെയ്യുന്നുണ്ട്, അവരിലൂടെ അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. ചെക്കിംഗ് വാല്യുവേഷൻ മെത്തേഡ്സ് ഫോർ അസറ്റ് ലൈക്ക് ഇൻവെൻട്രി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിക്സ്ഡ് അസറ്റ്. ചെക്കിംഗ് വാല്യുവേഷൻ മെത്തേഡ്, ഈ അസറ്റ് ആൻഡ് ലയബിലിറ്റിയിൽ കാണിച്ചിരിക്കുന്ന അസറ്റുകൾ, ലയബിലിറ്റികൾ, അതിൻ്റെ വാല്യുവേഷൻ പ്രോസസ്സ്, ഇൻവെൻട്രി വാല്യുവേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യുവേഷൻ, ഫിക്സഡ് അസറ്റ് വാല്യുവേഷൻ, ഇവയൊക്കെ കറക്റ്റ് തന്നെയല്ലേ വാല്യൂ ചെയ്തിട്ടുള്ളത്, ശരി തന്നെയല്ലേ. ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ, അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതും മാത്രമല്ല, എൻഷുറിങ് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഇൻ ദി ബാലൻസ് ഷീറ്റ്.
ബാലൻസ് ഷീറ്റ് പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ എന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത് ചെക്ക് ചെയ്യാം. വെരിഫിക്കേഷൻ, വൗച്ചിങ് ഇവ തമ്മിലുള്ള ഡിഫറൻസും കൂടെ നോക്കേണ്ടതുണ്ട്. കൺക്ലൂഡ് ചെയ്യാം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട MCQ പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, അതും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. വൗച്ചിങ് ചെക്ക് ദി ഓതൻറ്റിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ. നമ്മൾ ആദ്യമേ സൂചിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് വെച്ചിട്ട് അത് ഓക്കെ അല്ലേ, പെർഫെക്റ്റ് അല്ലേ എന്നത്, അങ്ങനെ എൻട്രി ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കപ്പെടുകയാണ് മെയിനായിട്ട് വൗച്ചിങ്ങിലുള്ളത്. വെരിഫിക്കേഷൻ പറഞ്ഞാൽ ഫിസിക്കൽ എക്സിസ്റ്റൻസും അതിൻ്റെ വാല്യുവേഷനും ആണ് പരിശോധിക്കപ്പെടുന്നത്. വൗച്ചിങ് ഈസ് ഡൺ ത്രൂ ഔട്ട് ദി ഇയർ. വൗച്ചിങ് ഈസ് ഡൺ ത്രൂ ഔട്ട് ദി ഇയർ ആണെങ്കിൽ വെരിഫിക്കേഷൻ സാധാരണ നടക്കാറ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് ആണ്. ഇപ്പോൾ സ്റ്റോക്ക് വാല്യുവേഷൻ, സ്റ്റോക്ക് വെരിഫിക്കേഷനൊക്കെ എൻഡ് ഓഫ് ദി ഇയറിലാണ് നടത്താറ്. പക്ഷേ വൗച്ചിങ് ത്രൂ ഔട്ട് ദ ഇയർ നടത്താവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ത്രൂ ഔട്ട് ദ ഇയർ നടക്കുമെന്നല്ല പറഞ്ഞത്. വൗച്ചിങ് റിലൈസ് ഓൺ ഡോക്യുമെൻ്ററി എവിഡൻസ്. വൗച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന് സപ്പോർട്ട് ഡോക്യുമെൻ്റ് ഉണ്ടോ ഇല്ലേ, അതിൽ പറഞ്ഞ എമൗണ്ട് തന്നെയല്ലേ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിട്ടുള്ളത് എന്ന് നോക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോഴും ഫിസിക്കൽ എക്സാമിനേഷൻ അതിൻ്റെ ഭാഗമാണ്. ഇത്രയുമാണ് നമുക്ക് വൗച്ചിങ് വെരിഫിക്കേഷൻ എന്ന 10ാമത്തെ മൊഡ്യൂളിലെ 10 മാർക്കിനായ ഓഡിറ്റിങ്ങിൽ പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട MCQ പ്രീവിയസ് ഇയർ ആസ്ക്ഡ് ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് തൊട്ടടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.